ഹായ്. ഇന്നലെ ഒരു ഫ്രണ്ട് എനിക്കൊരു വീഡിയോ അയച്ചിട്ട് പറഞ്ഞു, "ഈ വീഡിയോ കൊള്ളാമോ? പോസ്റ്റ് ചെയ്യട്ടെ" എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, "ആ വീഡിയോ അത്ര സെറ്റപ്പൊന്നും അല്ല, എന്നാലും പോസ്റ്റ് ചെയ്തോന്ന്" പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, "ഓക്കെ, ഞാനപ്പോൾ ഒരു പെർഫെക്റ്റ് വീഡിയോ ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന്" പറഞ്ഞു. ഞാൻ പുള്ളിയോട് ചോദിച്ചു, "അപ്പം നിനക്ക് ഒരിക്കലും പോസ്റ്റ് ചെയ്യാൻ പ്ലാനൊന്നും ഇല്ലെന്ന് ഇങ്ങനെ ചോദിച്ചു." പുള്ളി പറഞ്ഞു, "അതെന്താ, ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് വീഡിയോ ചെയ്യില്ലേ" എന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞത്, "യു വിൽ ഡു ബെറ്റർ വീഡിയോസ്. ഇതിനേക്കാളും ബെറ്റർ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യും. പക്ഷെ പെർഫെക്റ്റ് വീഡിയോ ഒരിക്കലും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി വന്നാലും അത് പെർഫെക്റ്റ് ആയാൽ അതായിരിക്കും ഏറ്റവും മോശപ്പെട്ടൊരു കാര്യം." നമ്മുടെ പ്രകൃതിയിലോട്ടൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു മരത്തിലെയും ഓരോ ഇലയും ഓരോ രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ഓരോ നിറം, ഓരോ ഷേപ്പ്, ഓരോ ഭംഗി, അങ്ങനെ വെറൈറ്റി ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുക. എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മരം, ആ മരത്തിലെ എല്ലാ ഇലയും ഒരേ സൈസും ഒരേ ഷേപ്പും ഒരേ കളറും വരുന്നത് എങ്ങനെ ഇരിക്കും? പ്ലാസ്റ്റിക് ചെടി പോലെ ഇരിക്കും അല്ലേ? ഇറ്റ്സ് നോട്ട് ബ്യൂട്ടിഫുൾ. പ്രകൃതിയിലൊന്നും പെർഫെക്റ്റ് അല്ല. നേച്ചറിൽ പെർഫെക്റ്റായ ഒരു സാധനമേ ഇല്ല. ഈ നേച്ചറിലുള്ള എല്ലാ വസ്തുവിൻ്റെയും ഫ്ലോസ് ആണ് അതിനെ ശരിക്കും ഭംഗിയുള്ളതാക്കുന്നത്. നമ്മൾ വളരെ നീറ്റായിട്ട് പോളിഷ് ചെയ്ത ഒരു കല്ല്, നല്ല ഭംഗിയോടുകൂടി തൊട്ടാൽ സ്മൂത്തായിട്ട് പോകുന്നൊരു കല്ലെടുത്തിട്ട് അതിനൊരു മൈക്രോസ്കോപ്പിക് വ്യൂവിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജ് ഒന്നും സ്മൂത്ത് ആയിരിക്കില്ല. ഇറ്റ് വിൽ നെവർ ബി സ്മൂത്ത്. ഈ ദ്വൈതത്തിൽ, അതായത് ഡ്യുവാലിറ്റി ഉള്ള ഈ സാധാരണ കാഴ്ചപ്പാടിൽ കാണുന്ന കാഴ്ചയിലൊന്നും പെർഫെക്ഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഇംപെർഫെക്ഷനാണ്. ഇംപെർഫെക്ഷനും പെർഫെക്ഷനും ആക്ച്വലി സിനോണിമസ് ആണ്. അതായത് രണ്ടും ഒന്നാണ്. അതാരും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും വേറെ എന്തോ പെർഫെക്ഷനിസം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കാണുന്ന ഫ്ലോസിൽ നിന്ന് മാറി എന്തോ ആണ് തെറ്റിദ്ധരിക്കുന്നുണ്ട്. സത്യമല്ല അത്. നിങ്ങൾ ഇംപെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി പെർഫെക്റ്റ് ആണ്. ഈ മനുഷ്യന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റാത്തതിനെയും സ്വസ്ഥാവസ്ഥയിൽ ഇരിക്കാൻ പറ്റാത്തതിൻ്റെയൊക്കെ ഒരു കാരണം നമ്മളിപ്പോൾ ഉള്ളതിനേക്കാളും ബെറ്റർ പിന്നീട് എന്തോ കിട്ടുമെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഈ നിമിഷത്തിൽ അതായിട്ടിരിക്കാൻ നമുക്ക് ആരും റെഡിയല്ല. വി ആർ ലുക്കിംഗ് ഫോർ സംതിങ് ബെറ്റർ അല്ലേ? അതായത് ഈ നിമിഷത്തിലുണ്ട് പെർഫെക്ഷൻ. അതിൻ്റെ ഈ നിമിഷത്തിലെ ഫ്ലോസ് എല്ലാം കൂടി ഇൻവോൾവ് ചെയ്തതിനാണ് ആ പെർഫെക്ഷൻ. ഭഗവാൻ രമണ മഹർഷി പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുണ്ട് സ്വസ്ഥാവസ്ഥ, നമ്മുടെ ഉള്ളിലുണ്ട് യാഥാർത്ഥ്യം. നീയായിരുന്നാൽ നീ പൂർണ്ണനായി മാറിടുമെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ നിമിഷത്തിലുണ്ട് പെർഫെക്ഷൻ. നോക്കൂ, ആകാശത്തിൽ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഒന്നുമില്ലാതെ വെറും പ്ലെയിനായിട്ട് ബ്ലാക്കായിട്ട് കിടന്ന ഭംഗി ഉണ്ടാവും? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ട് പോലെ നക്ഷത്രം ഉള്ളപ്പോഴാണ് കാണാൻ നല്ല ഭംഗി. ചന്ദ്രൻ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു പൂർണ്ണ ചന്ദ്രനായിട്ട് ഇങ്ങനെ വട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായി മാഞ്ഞു പോയി, പിന്നെ വീണ്ടും ചെറുതിൽ നിന്ന് വലുതായി. അതാണ് കാണാൻ ഭംഗി. ഭംഗിയുള്ളതൊന്നും പെർഫെക്റ്റ് അല്ല. ഭംഗിയുള്ളത് എല്ലാത്തിനും ഫ്ലോസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഡോണ്ട് എവർ ലുക്ക് ഫോർ പെർഫെക്ഷൻ. നിങ്ങൾ ഒരു കാര്യത്തിലും പെർഫെക്ഷൻ നോക്കരുത്. നിങ്ങൾ പെർഫെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സമാധാനമോ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ സമാധാനമോ സന്തോഷമല്ല നിങ്ങൾ നശിപ്പിക്കുന്നതിന് പുറമേ തന്നെ പെർഫെക്ഷൻ കിട്ടത്തുമില്ല. കാരണം ഈ ഫ്ലോയിലുള്ള പെർഫെക്ഷൻ നിങ്ങൾ കാണുന്നില്ല. നോക്കൂ, നമ്മളൊരു കഥ എഴുതുമ്പോൾ അത് നന്നാക്കാൻ ശ്രമിക്കാതെ തോന്നും പോലെ എഴുതാനല്ല ഞാൻ പറയുന്നത്. അത് നന്നായി എഴുതുക. നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ ബെസ്റ്റ് എഴുതുക. നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ ബെസ്റ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയി. പിന്നീട് അതിങ്ങനെ നമ്മൾ വേറെന്തോ സംഭവിച്ചാൽ പെർഫെക്റ്റ് ആവുള്ളൂ നോക്കിയിരുന്ന ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല. ഇറ്റ് വിൽ നെവർ ബി പെർഫെക്റ്റ്. യു ക്യാൻ മേക്ക് ഇറ്റ് ബെറ്റർ. നിങ്ങൾക്ക് വീണ്ടും ബെറ്റർ ആക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ഓക്കെ ആൻഡ് ഇറ്റ് ഈസ് ഗുഡ്. നമ്മളെപ്പോഴും പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതായത് വി ഷുഡ് ഗോ ഫോർവേഡ്. പക്ഷെ നമ്മുടെ ആ ഫോർവേഡിൽ ചെയ്യേണ്ട കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, നൗ ദിസ് ഈസ് പെർഫെക്റ്റ് വിത്ത് ഇറ്റ്സ് ഫ്ലോ. അതിൻ്റെ ഫ്ലോയോട് കൂടി തന്നെ അതിപ്പോൾ പെർഫെക്റ്റ് ആയി കഴിഞ്ഞു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അതില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ കുട്ടിക്കാലത്തിരുന്ന സമയത്ത് ഓരോ കല്ലുകൾ ഇങ്ങനെ പറക്കി സൂക്ഷിച്ച് വയ്ക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഞാനിങ്ങനെ കുറച്ചും കൂടി ബെറ്റർ കല്ലുകൾ നോക്കി ഇങ്ങനെ അടുക്കിയെടുത്ത് ഞാൻ ഈ കല്ലെല്ലാം കൂടി ഇങ്ങനെ മതിലിൻ്റെ സൈഡിൽ ഇങ്ങനെ അടുക്കി വയ്ക്കുമായിരുന്നു. ഈ കല്ലുകൾ ഇങ്ങനെ അടുക്കി പോയപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ അത് ഞാൻ മാക്സിമം ഒരു ഷേപ്പുള്ള കല്ലുകൾ നോക്കിയാണ് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കുറേ മേളിലേക്ക് പോയപ്പോൾ എനിക്ക് തോന്നി, എന്താണിത്, കാണാൻ ഒരു ഭംഗിയില്ല. പിന്നീട് ഞാൻ അടുത്ത് മാറ്റിയിട്ട് കുറേ വെറൈറ്റി കല്ലുകൾ, അതായത് അത്ര പെർഫെക്ഷൻ ഇല്ലാത്ത വളഞ്ഞ് തിരിഞ്ഞൊക്കെ ഇരിക്കുന്ന കല്ലുകൾ ഇങ്ങനെ വെച്ച് പോയപ്പോൾ അതിനൊരു നാച്ചുറൽ ലുക്ക് ഉണ്ടായിരുന്നു. അതിനൊരു ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. നമ്മളൊരു മലയിൽ നിന്ന് താഴോട്ട് കാണുന്ന താഴ്വാരത്തിലേക്ക് നോക്കുമ്പോൾ താഴെ നിൽക്കുന്ന ചെടികളെല്ലാം ഒരുപോലെ ഇരുന്ന് എങ്ങനെ ഇരിക്കും?
മഹാവൃത്തികേടായിരിക്കും. അത് പല പല സൈസിൽ ഡിഫറെൻ്റ് ആയിട്ട് പല രീതിയിൽ, ചിലത് ഭംഗിയോടെ കാച്ചും, ചിലത് കരിഞ്ഞും ഒക്കെ നിൽക്കുമ്പോഴാണ് ഭംഗിയുള്ളത്. ഈ ഭൂമിയിലെ മനുഷ്യരുടെ കാര്യം അങ്ങനെയാണ്. നമ്മളെല്ലാവരും ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ, എല്ലാവരും പെർഫെക്റ്റ് ജെന്റിൽമെൻസ് ആയിരുന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. നമുക്ക് പൊതുവേ, ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില പെർഫെക്റ്റ് ആയിട്ട് സ്വയം വിചാരിക്കുന്ന ആളുകൾ ഇങ്ങനെ പറയുന്നത്, എൻ്റെ സ്വഭാവം നല്ലതാണ്, ഞാൻ മദ്യപിക്കില്ല, ഞാൻ കള്ളു കുടിക്കില്ല. മദ്യപാനം കള്ളുകൂടി വന്നാൽ ഞാൻ ഉദ്ദേശിച്ചത് ഫോറിൻ മദ്യവും നാടൻ കള്ളും. സിഗരറ്റ് വലിക്കില്ല, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല. സ്റ്റിൽ എന്നെ ഒരു പെണ്ണിനെ ഇഷ്ടമല്ല, പക്ഷേ ഹീസ് എ ബാഡ് ബോയ്, പക്ഷേ പെൺകുട്ടിക്ക് അവനെ ഇഷ്ടപ്പെട്ടു. എന്താണ് കാരണം? പീപ്പിൾ ലൈക്ക് ഫ്ലോസ്. നമ്മുടെ ഭാഗത്തുള്ള ഫ്ലോകൾ ആളുകൾ എൻജോയ് ചെയ്യും. കാരണം ഫ്ലോ ഉള്ളതാണ്, ഇംപെർഫെക്ഷനാണ് ശരിക്കും പെർഫെക്ഷൻ. അത് പലരും തിരിച്ചറിയാതെ പോകുന്നതുകൊണ്ടാണ്. പിന്നെ ഞാൻ ബെറ്ററാണ്, അയാൾ എന്നെക്കാളും മോശമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഡെഫിനറ്റ്ലി നോട്ട് ദ ബെറ്റർ, അല്ലേ? അപ്പം മദ്യപിക്കുന്ന ആളെക്കാളും മോശപ്പെട്ട ആളായി നിങ്ങൾ മാറിക്കഴിഞ്ഞു ഓൾറെഡി. പിന്നെ മദ്യപാനം കൊണ്ടോ സിഗരറ്റ് വലി കൊണ്ടോ ആരും മോശക്കാരാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലാതെ തന്നെ മോശക്കാരാവാം. ഇത് ചെയ്യാത്ത ഒരാൾ മഹാത്മാഗാന്ധി ആവില്ല, ചെയ്ത ഒരാൾ മോശക്കാരനും ആവില്ല. നോക്കൂ, നമുക്ക് ഫ്ലോസ് ഉണ്ട്, അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിൽ ജീവിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ, നമ്മുടെ ഫ്ലോസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു ഘടകമായി മാറാനല്ല പറയുന്നത്. നമുക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ തന്നെ നമ്മുടെ ഫ്ലോസ് വയ്ക്കാൻ പറ്റും. ആ ഫ്ലോകൾ, നമ്മുടെ ഓരോ കുറ്റങ്ങളെ നമുക്ക് നല്ല രീതിയിൽ പാമ്പർ ചെയ്ത് നല്ലൊരു ഭംഗിയുള്ള വസ്തുവാക്കാൻ പറ്റും. വാബി സാബി എന്നൊരു കൺസെപ്റ്റ് ജപ്പാനിലുണ്ട്, ഞാൻ കേട്ടിട്ടുള്ള. ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അതിനെ എടുത്ത് നല്ല മനോഹരമായിട്ട് റീബിൽഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ അതിൻ്റെ ക്രാക്കുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ സ്വർണം കൊണ്ടൊക്കെ എഴുതി നല്ല ഭംഗിയാക്കി വയ്ക്കുന്നൊരു പ്രോസസ്സ്. നോക്കൂ, ഗ്ലാസ് താഴെ വീണ് പൊട്ടിയപ്പോൾ അത് ഫ്ലോഡ് ആയി കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ ഇറ്റ് ക്യാൻ ബി ബ്യൂട്ടിഫുൾ, അല്ലേ? എല്ലാ ഫ്ലോസിനും ഒരു ഭംഗിയുണ്ട്. ആ ഭംഗി നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ഫ്ലോ ഉള്ളതിലല്ല പ്രശ്നം, ആ ഫ്ലോ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നെവർ ഫോർഗെറ്റ് ദാറ്റ്. ഒരു മനുഷ്യനെ നോക്കുമ്പോൾ, നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ നോക്കുമ്പോൾ, നമ്മളൊരു ഫ്രണ്ടിനെ ചൂസ് ചെയ്യുമ്പോൾ, നമ്മൾ അവരുടെ ഫ്ലോ ഇല്ലാത്ത ആളെയല്ല ശരിക്കും നോക്കേണ്ടത്, ഫ്ലോ ഉള്ള ആളെ തന്നെ നോക്കണം. ആ ഫ്ലോ ഉള്ള ആളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് നോക്കേണ്ടത്. നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. എപ്പോഴോ ലാലേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, എന്താ, എന്നെ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് ആരാണോ അയാൾ എൻ്റെ സുഹൃത്താണെന്ന്. അതെ, ഞാനും അങ്ങനെയാണ് സുഹൃത്തുക്കളെ കാണാറ്. എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ മാറ്റാൻ ശ്രമിക്കാറില്ല. ഐ ലൈക്ക് ഹിം ദ വേ ഹീ ഈസ്. അവനൊരുപാട് ഫ്ലോസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവൾക്ക് ഒരുപാട് ഫ്ലോ ഉണ്ടായിരിക്കാം. ഐ അക്സെപ്റ്റ് ഹിം ആസ് ഹിംസെൽഫ്. അവരെ തിരുത്തി നന്നാക്കലല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ കൂടെ നടക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹം കൊണ്ട് അവർ നന്നാവുമായിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു ചേഞ്ച് ഉണ്ടാവുമായിരിക്കാം, ഉണ്ടാവുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഗുഡ്, അത് വളരെ നല്ലതാണ്. പക്ഷെ അവരെ നന്നാക്കി വേറൊരു വ്യക്തിയാക്കണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ചേഞ്ച് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ അത് സംഭവിക്കും. പക്ഷെ ഞാൻ ആരെ മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. എന്നെ ഒരാൾ മാറ്റാൻ ശ്രമിക്കുന്നത് എനിക്ക് വല്ലാതെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. എനിക്കൊന്നും നിങ്ങൾക്ക് ഓബിയസ്ലി അനുഭവം ഉണ്ടായിരിക്കുമല്ലോ. കാരണം ഞാൻ തന്നെ ആലോചിക്കും, വൈ കാൺ ദേ അക്സെപ്റ്റ് മൈ ഫ്ലോസ്, അല്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും അവർ അക്സെപ്റ്റ് ചെയ്യാത്തത്? അപ്പോൾ അവർക്ക് ശരിക്കും നമ്മളോട് സ്നേഹമുണ്ടോ? അവർ ഈ തെറ്റും കുറ്റവും ഒക്കെ മാറി നമ്മൾ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളെ സ്നേഹിക്കാൻ നിൽക്കുന്നതെങ്കിൽ ദേ വിൽ നെവർ ലവ് അസ്. നോക്കൂ, അയാളെ തെറ്റുകുറ്റങ്ങളോടുകൂടി സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ, അയാൾ ആരെങ്കിലും പോയി തല്ലിക്കൊല്ലുമ്പോൾ നമ്മൾ സ്നേഹം കൊണ്ട് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ല പറയുന്നത്. എന്ത് ഫ്ലോയ്ക്കും അതിൻ്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. ബട്ട് യു ക്യാൻ സ്റ്റിൽ ലവ് ദം. നമുക്കപ്പോഴും അവരെ സ്നേഹിക്കാൻ പറ്റും. മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു മൃഗത്തിൻ്റെ കാര്യത്തിലായാലും, ഒരു കുട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരു പട്ടിക്കുട്ടിയുടെ കാര്യത്തിലായാലും എല്ലാം നമുക്കത് ചെയ്യാൻ പറ്റും. ഇതിന് പുറമെ ഞാൻ ചില ബൊട്ടാണിക്കൽ ഗാർഡനുകളിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ചെടികൾ ഒരേ ലെവലിൽ വെട്ടി വെച്ചേക്കുന്നതാണ്. ഒരു ഭംഗി ഉണ്ടാവില്ല. അതേസമയം നമ്മളൊരു കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പല രീതിയിൽ കാട് പോലെ വളർന്നു കിടക്കുന്ന ചെടികൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. മിയാവാക്കി ഫോറസ്റ്റ് അല്ലാത്ത ഫോറസ്റ്റ് കണ്ടവർക്ക് അറിയായിരിക്കും. ഈ മിയാവാക്കി ഫോറസ്റ്റിനെ എടുത്ത് പറയാൻ കാരണം അതൊരു ക്ലോസ്ഡ് സർക്കിളിലെ ഒരു ഭയങ്കര മിനിയേച്ചർ ഇംപെർഫെക്ഷനാണ്. ആ ഇംപെർഫെക്ഷന് ഒരു പെർഫെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഭംഗിയുള്ള കാര്യങ്ങളാണ്. ഞാൻ ഈ നല്ല രീതിയിൽ വെട്ടി ഒതുക്കി വച്ചിരിക്കുന്ന താടിയേക്കാളും നല്ല കട്ടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ വളർന്നിറങ്ങി കിടക്കുന്ന താടിക്ക് നല്ല ഭംഗിയുണ്ട്. നിങ്ങളിതെല്ലാം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം ലൈഫിൽ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം എടുത്തെടുത്ത് പറയുന്നത്. കാരണം ഇംപെർഫെക്ഷനിലെ പെർഫെക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഇംപെർഫെക്ഷനിലെ പെർഫെക്ഷൻ കാണാൻ പറ്റിയാൽ പിന്നെ ഒരു പ്രശ്നമില്ല. പിന്നെ എല്ലാം ഇപ്പോൾ ഈ ടൈമിൽ തന്നെ ഓക്കെയാണ്. അതായത് ഈ നിമിഷത്തിൽ ഓക്കെയാണ്. ഈ നിമിഷം എന്ന് പറയുന്നതിൻ്റെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് യഥാർത്ഥ ഓക്കെനെസ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഉണ്ട് എന്താണ് പൂർണ്ണമായ അവസ്ഥ. ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് ഐ എം ടോക്കിംഗ് ഹിയർ. താങ്ക് യു.
Thank you.